നമ്മൾ നേരത്തെ നോക്കിയിരുന്നത് സൊമാറ്റിക് ക്രോമോസോംസും സെക്സ് ക്രോമോസോംസും വരെയാണ്. അപ്പം നെക്സ്റ്റ് വരുന്നത് നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമോസോംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമോസോംസ്? നമ്മൾ നേരത്തെ പഠിച്ചു. എന്താ സൊമാറ്റിക് ക്രോമോസോംസ്, സെക്സ് ക്രോമോസോംസ്. നെക്സ്റ്റ് സൊമാറ്റിക് ക്രോമോസോംസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. അത് എഴുതാൻ അറിയാമല്ലോ നമുക്ക്. ഇവിടെ ഉണ്ട് സൊമാറ്റിക് ക്രോമോസോംസ് നമ്മുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതുമ്പോഴത്തേക്കും അതിനുള്ള ആൻസർ ആയിട്ടുണ്ട്. പിന്നെ ഹോമോലോഗസ് ക്രോമോസോംസ്, സെക്സ് ക്രോമോസോംസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. സെക്സ് ക്രോമോസോംസ് നമ്മൾ പഠിച്ചതിൽ തന്നെയാണ് ആ ഒരു പോയിന്റിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം പേ അറ്റൻഷൻ ടു ദ ഗിവൺ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫീമെയിൽ ആൻഡ് എ മെയിൽ. Analyze the informations in the table and draw inferences of the chromosomal similarities and difference between a male and a female. അപ്പോൾ ഒരു മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് XX ക്രോമോസോമും XY ക്രോമോസോംസും തമ്മിലുള്ള 44 പ്ലസ് 40 നമ്മുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രോമോസോംസും കൂടെ ആവുമ്പോഴാണ് എന്ത് ടോട്ടൽ ക്രോമോസോംസ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം നെക്സ്റ്റ് നോക്കാം. ഡിഫറെന്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഡിഫറെന്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസിൽ 44 പ്ലസ് XX ആൻഡ് 44 പ്ലസ് XY ആർ കൺസിഡേർഡ് ആസ് നോർമൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. നോർമൽ ആയിട്ടുള്ള ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇതെന്ന് പറയുന്നത്. ഒരു മെയിൽ എന്നും നമുക്ക് ഫീമെയിൽ എന്നും പറയാൻ പറ്റും അല്ലെ. മെനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ സീൻ ഇൻ ഹ്യൂമൻസ്. ഇപ്പൊ ഹ്യൂമൻസിൽ ഒരുപാട് കൈൻഡ് ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. Okay, these variant genetic constitutions influence the physical and mental development in the individual. ഈ ഒരു ജനറ്റിക് വേരിയേഷൻസ് ആണ് ഒരു ഇൻഡിവിജ്വലിന്റെ ഫിസിക്കലി ആയിട്ടും മെന്റലി ആയിട്ടും ഉള്ള ആ ഒരു വളർച്ച അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു ഫാക്ടർ തന്നെയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് വേരിയേഷൻ എന്ന് പറയുന്നത്. Gender determination is a complex process which not only depends upon the genetic constitution but also on the other factors. എന്താണ് പല സമയത്തും ഒരു ജെൻഡർ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സായി മാറുന്നുണ്ട്. കാരണം ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് മാത്രം നമുക്ക് അത് പറയാൻ പറ്റാത്ത അവസ്ഥയിലും ഉണ്ടാവുന്നുണ്ട്. ബട്ട് ഓൾസോ ഓൺ അതർ ഫാക്ടേഴ്സ്. സം എക്സാമ്പിൾസ് ഫോർ വേരിയന്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമുക്ക് പല ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ വേരിയേഷൻ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ വേരിയേഷൻ വരുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 44 പ്ലസ് XO. അപ്പൊ 44 പ്ലസ് XX ആണ് ഫീമെയിൽ, 44 പ്ലസ് XY ആണ് മെയിൽ. നമുക്കത് പക്കായിട്ട് അറിയാലോ. അപ്പൊ 44 പ്ലസ് XO എന്ന് പറയുമ്പോഴത്തേക്കും ഫീമെയിൽസ് വിത്ത് ഓൺലി 1 X ക്രോമോസോം ദേ ഹാവ് എ കണ്ടീഷൻ കോൾഡ് ടെർണർ സിൻഡ്രം. ടെർണർ സിൻഡ്രം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഈ XO എന്ന് പറയുന്നത്. ഒരു ഫീമെയിൽസ് ആണ് അവർ, പക്ഷെ അവർക്ക് എന്തേ ഉള്ളൂ, ഒരു ക്രോമസോംസേ ഉള്ളൂ. ഇതാണ് നമ്മൾ ടെർണർ സിൻഡ്രം എന്ന് പറയുന്നത്. ഇനി 44 പ്ലസ് XXX, അതായത് 3 X ഉണ്ട്. നോർമലി ഫീമെയിൽസിന് എത്രയാണ്? 2 X ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 3 X ഉണ്ട്. അപ്പൊ ഇവര് ഫീമെയിൽസ് ആണ് വിത്ത് 3 X ക്രോമസോംസ്. ദേ ഹാവ് ട്രിപ്പിൾ X സിൻഡ്രം. അത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം അല്ലെ. 3 X ട്രിപ്പിൾ X സിൻഡ്രം ആണ്. ആദ്യം പഠിച്ചത് XO, അത് ടെർണർ സിൻഡ്രം ആയിരുന്നു. അത് ഫീമെയിൽസിൽ തന്നെയാണ് കാണുന്നത്. അപ്പൊ 44 പ്ലസ് XXY എന്ന് പറയുന്നത് മെയിൽസ് വിത്ത് 2 X ക്രോമസോംസ് ആൻഡ് 1 Y ക്രോമസോംസ്. അപ്പൊ ഇവരെന്താണ്? ഇവര് മെയിലാണ്. അവിടെ ഒരു Y വന്നു, അത് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ അവരെന്താണ്? മെയിലാണ്. അപ്പം 2 X ഉണ്ടല്ലേ. അപ്പൊ അത് എന്താണ്? ക്ലിൻഫിൽട്ടർ സിൻഡ്രം ആണ് അതെന്ന് പറയുന്നത്. ഇനി 44 പ്ലസ് XYY എന്ന് പറയുന്നത് മെയിൽസ് വിത്ത് 1 X ക്രോമസോംസ് ആൻഡ് 2 Y ക്രോമസോംസ്. അത് നമുക്ക് എഴുതാൻ പറ്റും. ദേ ഹാവ് XYY സിൻഡ്രം. അത് പറഞ്ഞ് നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റില്ല. XYY സിൻഡ്രം തന്നെയാണ് അത് കണ്ടീഷണൽ. ആദ്യം നമ്മൾ XO പഠിച്ചു. അതെന്താണെന്ന് പറഞ്ഞിരുന്നത്? വിത്ത് ടെർണർ സിൻഡ്രം ആയിരുന്നു. ഫീമെയിൽസ് ആണ്. X എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് ഫീമെയിൽസിലാണ്. ട്രിപ്പിൾ X സിൻഡ്രം ആണ്. XXY എന്ന് പറയുന്നത് അവർ മെയിൽസിലാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ക്ലിൻഫിൽട്ടർ സിൻഡ്രം ആണ്. XYY എന്ന് പറയുന്നത് മെയിൽസിലാണ്. Y വന്ന് നമുക്ക് അപ്പോഴേ പറയുന്നത് മെയിൽസിൽ തന്നെയാണ്. X മറ്റടുത്ത് വന്നതുകൊണ്ട് അത് നമ്മൾ ഫീമെയിൽസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ Y വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിന് XYY സിൻഡ്രം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ജെൻഡർ ഡിറ്റർമിനേഷൻ മേ ബിക്കം കോംപ്ലക്സ് ഇൻ ഇൻഡിവിജ്വൽസ് വിത്ത് ദീസ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻഡ് അബവ്. അപ്പൊ ഈ ഒരു ഇങ്ങനത്തുള്ള ജനറ്റിക് വേരിയേഷൻസ് വരുമ്പോഴത്തേക്കും ജെൻഡർ ഡിറ്റർമിനേഷൻ എന്താവുന്നുണ്ട്? ഒരു കോംപ്ലക്സ് പ്രോസസ്സായി മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫീമെയിൽസ് വിത്ത് ടെർണർ സിൻഡ്രം മേ ഹാവ് ഫീമെയിൽ സെക്സ് ഓർഗൻസ്. അപ്പം ഒരു ഫീമെയിൽസ് ടെർണർ സിൻഡ്രം പറഞ്ഞത് എന്തായിരുന്നു? 44 പ്ലസ് XO ആണ്. അപ്പം അവരെന്ന് പറയുന്നത് അവർക്ക് എന്ത്
may have female sex organs. അവർക്ക് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആണ് ഉണ്ടാവുക. പക്ഷേ however they may have not developed female sexual characteristics at the beginning of their adolescence. അപ്പൊ ഈ ഒരു അഡോളസൻസ് പീരീഡിൽ അവർക്ക് എന്ത് ഉണ്ടാവത്തില്ലെന്നാ പറയുന്നത്, ആ ഒരു ടൈമിലൊന്നും അവർക്ക് ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് അവർക്ക് എന്ത് ചെയ്യത്തില്ല, ഉണ്ടാവാൻ വഴിയില്ല. മെയിൽസ് വിത്ത് ക്ലിൻഫിൽട്ടർ സിൻഡ്രം മേ ഹാവ് മെയിൽ സെക്സ് ഓർഗൻസ്. അപ്പൊ ഈ ക്ലിൻഫിൽട്ടർ സിൻഡ്രം ഉള്ള മെയിൽസ് എന്ന് പറയുന്നവർക്ക് എന്തുണ്ടാവാം, അവർക്ക് മെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാവാം, പക്ഷെ അവർക്ക് എന്ത് എക്സിബിറ്റ് ചെയ്യത്തില്ല, പക്ഷെ അവർക്ക് എക്സിബിറ്റ് ചെയ്യുന്നത് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതാണ് അവിടെ എന്താ ക്ലിൻഫിൽട്ടർ സിൻഡ്രംസിനകത്ത് വരുന്നത്. ഒരു മെയിൽസ് ആണ്, മെയിൽസിന് സെക്സ് ഓർഗൻസ് വരും, പക്ഷെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീമെയിൽസിന്റെ ആണ്. അപ്പൊ അതുപോലെ തന്നെ ടർണർ സിൻഡ്രം എന്ന് പറയുന്ന അവർ ഫീമെയിൽസ് ആണ്, ഫീമെയിൽസിന് സെക്സ് ഓർഗൻസ് ഉണ്ട്, പക്ഷെ അഡോളസൻസ് ഏജിൽ അവർക്ക് ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യത്തില്ല, ഡെവലപ്പ് ചെയ്യത്തില്ല. You understand that genes provide the instruction as to how our body should function. Where are these genes found? How will they perform? Analyze the illustration. അപ്പം നമ്മൾ പറഞ്ഞപ്പോൾ ജീൻസ് ആണ് ഇതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, നമ്മുടെ ബോഡി എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം അല്ലെ എങ്ങനെയാണ്. പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, എവിടെയാണ് ഈ ജീൻസ് കാണപ്പെടുന്നത്? ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. അപ്പൊ DNA-യുടെ ഒരു സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ജീൻ എന്ന് പറയുന്നത്. പ്രോട്ടീൻ വിച്ച് ആർ സിന്തസൈസ്ഡ് അക്കോർഡിംഗ് ടു ദി ഇൻസ്ട്രക്ഷൻ ഓഫ് ജീൻസ്. അപ്പൊ ഈ പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നത് ഈ ജീൻസിന്റെ ഇൻസ്ട്രക്ഷന്റെ ബേസിസിലാണ്. അപ്പൊ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആൻഡ് ഫോർ കൺട്രോളിംഗ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഇതാണ് എന്തിന് കാരണമാകുന്നത്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ എന്താണ് ഇൻഹിബിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും ഇവര് തന്നെയാണ്. ഇപ്പൊ ജീൻ എന്താണ്, സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഓൺ DNA. ഇപ്പൊ നമ്മുടെ ക്രോമസോം കൊടുത്തിട്ടുണ്ട്, ആ ക്രോമസോംസിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് DNA ഉള്ളത്. ഇപ്പൊ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഇത് നമ്മുടെ ജീൻ 1, നമ്മുടെ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് അല്ലെ ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ്ട് ഇത് ജീൻ 1 ജീൻ 2 എടുത്ത്. അപ്പം ഇതിനകത്ത് ജീൻ 2 പോകുമ്പോഴത്തേക്കും നമുക്കറിയാം എന്തുണ്ട്, ഗ്വാനിൻ വിത്ത് സൈറ്റോസിൻ, തൈമിൻ വിത്ത് അഡിനിൻ, അതുപോലെ തന്നെ സൈറ്റോസിൻ വിത്ത് ഗ്വാനിൻ, അഡിനിൻ വിത്ത് തൈമിൻ. ഇപ്പൊ GT ഇട്ടു, ഗ്വാനിൻ തൈമിൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈറ്റോസിൻ പിന്നെന്തിട്ടു, അഡിനിൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, അങ്ങനെ 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 എന്താണ് അതുമായിട്ട് പെയർ ചെയ്ത് സാധനങ്ങളുണ്ട്. അപ്പൊ ഗ്വാനിൻ പെയറിംഗ് വിത്ത് എന്താണ്, സൈറ്റോസിൻ, അഡനിൻ പെയറിംഗ് വിത്ത് തൈമിൻ, സൈറ്റോസിൻ പെയറിംഗ് വിത്ത് ഗ്വാനിൻ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതാണ് അവിടെ ഇല്ലുസ്ട്രേഷൻ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ജീൻസ് വ്യക്തമല്ലേ ഇവിടെ നിന്നും. The nucleic acid RNA also plays a crucial role in the synthesis of protein. അപ്പോൾ ഈ പ്രോട്ടീൻ സിന്തസിസിൽ നമ്മൾ പറഞ്ഞു DNA ജീനും മാത്രമല്ല, അതിനുപരി ആരും പെർഫോം ചെയ്യുന്നുണ്ട്, RNAയും അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇനി നമുക്ക് RNA നോക്കാം. RNA എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. നമ്മൾ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA എങ്കിൽ, ഇവരെന്ന് പറയുന്നത് എന്താണ്, റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഇവരെന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, ഡിഫർ ചെയ്യുന്നുണ്ട് ആരിൽ നിന്ന്, DNA ന്ന്. അപ്പം RNA ഈസ് അനദർ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് സിമിലർ ടു DNA. വേറെ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ആണ്, സിമിലർ ആണ്, ആരുമായിട്ട് DNA ആയിട്ട് സിമിലർ ആണ്. ദേ ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഇവരും ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂക്ലിയോടൈഡ്സ് തന്നെ കൊണ്ടാണ്. ഈച്ച് ഓഫ് ദി ന്യൂക്ലിയോടൈഡ്സ്, ഓരോ ന്യൂക്ലിയോടൈഡ്സിലും എന്തൊക്കെയുണ്ട്, ഒരു റൈബോ ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, സെയിം ആസ് വാട്ട് DNA. ദ നൈട്രജൻ ബേസസ് ഇൻ RNA. അപ്പം നൈട്രജൻ ബേസസിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു അഡനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. ഇവിടെ തൈമിൻ ഇല്ല, തൈമിന് പകരം വരുന്ന ഒരു സാധനമാണ് യുറാസിഡ്. അപ്പം RNA-യിൽ വരുന്ന നൈട്രജൻ ബേസസ് ആണ് RNA-നെയും DNA-നെയും തമ്മിൽ ഡിഫർ ചെയ്യുന്നത്. പിന്നെ അവരുടെ സ്ട്രാൻഡ്, ഇവര് DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, RNA എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. മോസ്റ്റ് ഓഫ് ദ RNAs ഹാവ് എ സിംഗിൾ സ്റ്റാൻഡ്. ഇനി പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് പ്രോസസ്സ് മെയിൻ ആയിട്ട് ഓർമ്മ വരണം. ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ, ഒന്ന് ട്രാൻസ്ലേഷൻ. അപ്പം ഹാവ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ആക്ഷൻ ഓഫ് ജീൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജീൻസിന്റെ ആക്ഷന്റെ ആ ഒരു ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. അപ്പം നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ എന്താന്ന് നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ അവിടെ നമുക്ക് നമ്മുടെ എന്ത് കൊടുത്തിട്ട്, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനുള്ളിൽ DNA ഉണ്ട്, DNA-യുടെ ഇവിടെ പോയിട്ടുണ്ട് നമ്മുടെ mRNA. ഇവിടെ നമുക്ക് എന്തുണ്ട്, റൈബോസോം കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ mRNA. mRNA-യിലാണ് എന്തുള്ളത്, റൈബോസോം ഉള്ളത്. റൈബോസോംസിൽ എന്താണ്, പ്രോട്ടീൻസ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, tRNA ഉണ്ട് അല്ലെ. അപ്പം
നമുക്ക് എന്തൊക്കെയാണ് ഇപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ മെയിൻ ആണെന്ന് പറയുന്നത് mRNA ആണ്. mRNA ഈസ് ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ജീൻ ഇൻ DNA ഒരു സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ നിന്നാണ് DNA ഒരു സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസിൽ നിന്നാണ് അവിടെ ന്യൂക്ലിയോടൈഡ്സ് ആണ് അതിൽ നിന്നാണ് എന്തെന്ന് പറയുന്നത് ഒരു mRNA ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ദ mRNA കണ്ടെയ്ൻസ് മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ഈ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയുള്ള മെസ്സേജസ് ഉള്ളത് എവിടെയാണ്? ഈ mRNA-യിലാണ്. ഇപ്പൊ മെസ്സേജസ് mRNA ആ പ്രോട്ടീൻ സിന്തസിസിനുള്ള മെസ്സേജസ് ഉള്ളത് mRNA-യിലാണ്. അതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ലേഷൻ എന്താണ്? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് tRNAs ആണ്. ട്രാൻസ്ഫർ RNA ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ്സ് ടു ദ റൈബോസോം ബേസ്ഡ് ഓൺ മെസ്സേജസ് ഇൻ ദ mRNA. അപ്പൊ mRNA കൊണ്ടുവരുന്ന മെസ്സേജ് അനുസരിച്ച് ആ ഒരു സ്പെസിഫിക് അവർ ക്യാരി ചെയ്യേണ്ട ആ സ്പെസിഫിക് അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യും അല്ലെ. ആൻഡ് mRNA that has reached ribosome in the nucleus. ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിൽ എത്തിയ mRNA-യുടെ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സിനെ ട്രാൻസ്ഫർ RNA എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പം ദ RNAs ribosomal RNA which are a part of ribosome combine amino acid to make proteins. അപ്പം ഈ RNA അതായത് റൈബോസോമൽ RNA ഈ കൊണ്ടുവരുന്ന അമിനോ ആസിഡ്സിനെ എല്ലാം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താക്കുന്നുണ്ട്? പ്രോട്ടീൻ ആക്കുന്നുണ്ട്. അപ്പൊ അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്താണല്ലോ പ്രോട്ടീൻ ഉണ്ടാവുന്നത്, അത് ഓർത്ത് വെച്ചേക്കാം. അപ്പം എന്താണ് ട്രാൻസ്ക്രിപ്ഷനിൽ എന്ന് പറയുമ്പോഴത്തേക്കും mRNA എന്ത് ചെയ്യുന്നുണ്ട്? മെസ്സേജസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിൽ വന്ന ഈ മെസ്സേജസിനനുസരിച്ചുള്ള സ്പെസിഫിക് അമിനോ ആസിഡ്സിന് ട്രാൻസ്ഫർ RNA ക്യാരി ചെയ്യുന്നുണ്ട്. ഈ അത് കഴിഞ്ഞിട്ട് ദ RNAs റൈബോസോമൽ RNAs which are part of the റൈബോസോംസിന്റെ പാർട്ടായിട്ടുള്ള RNAs ഈ കൊണ്ടുവന്ന അമിനോ ആസിഡ്സിനെല്ലാം അവിടെ കമ്പൈൻ ചെയ്ത് എന്താക്കുന്നുണ്ട്? പ്രോട്ടീൻ ആക്കുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് അവിടെ പ്രോട്ടീൻ സിന്തസിസിൽ ആ ഫിഗർ അത്യാവശ്യം നമുക്കൊരു ചെറിയ രീതിയിൽ പ്ലോട്ട് ചെയ്തിട്ട് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്, ട്രാൻസ്ലേഷൻ എന്താണ് എന്ന് എഴുതി വെക്കുമ്പോൾ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് കഴിയുമ്പോൾ സ്റ്റേജസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് എന്തൊക്കെയാണ്? നമ്മുടെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ആണ് അല്ലേ. ആ ഫിഗർ എന്തായിരുന്നു? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് അമിനോ ആസിഡ്സ് ഉണ്ട്. പ്രോട്ടീൻ ഏതാണെന്നറിയാം, അമിനോ ആസിഡ്സ് ഏതാണെന്നറിയാം. നമ്മുടെ ഈ സ്ട്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ mRNA. ഇവിടെ mRNA ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ RNA ഉണ്ട്. എന്നിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNAs ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. അവസാനം കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ RNA എന്ന് പറയുന്നത്. ആദ്യത്തെ mRNA ആണ്, രണ്ടാമത് tRNA ആണ് അല്ലെ. നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNAs നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. To understand how proteins which are synthesized according to the direction of the genes influence the characteristic features of organisms, observe the pictures given and find out the similarities and difference between parents and offsprings. അപ്പൊ നമുക്ക് ഇനി പോകേണ്ടത് ഒരു ക്യാരക്ടർ സിമിലാരിറ്റീസ്. അപ്പൊ നമുക്ക് പൂച്ചയും അത് കാറ്റും ഡോഗ്സിനും നമ്മൾ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടല്ലേ. പക്ഷെ അവര് എന്താണ്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഡിസിമിലാരിറ്റീസ് ഉണ്ട്. മെയിൻ ആയിട്ട് നമ്മളിപ്പം ഏതാണ് കാറ്റും ഡോഗിനേക്കാളും അല്ല, കാറ്റും ടൈഗറും എടുത്ത കുറേ സിമിലാരിറ്റീസ് ഉണ്ടല്ലേ. ഈ ടൈഗറിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണുമ്പം നമ്മൾ ആദ്യം ശരിക്കും പൂച്ച കുഞ്ഞാണ്, അങ്ങനെ ഒരുപാട് നമ്മൾ ഈ എന്താണ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം ആ ഒരു ഫാമിലി അവരുടെ ഡിഫറൻസ് ഉണ്ട്, സിമിലാരിറ്റീസ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഉണ്ട്, അവരുടെ എക്സിബിഷൻസ് ഉണ്ട്. അപ്പം അത് പേരൻസും ഓഫ്സ്പ്രിങ്സും ആയിട്ടൊക്കെ വരുന്ന ഒരു ഡിഫറൻസും അതിന്റെ വേരിയേഷൻസും അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് അടുത്ത ടോപ്പിക്. അപ്പൊ similarities and differences in characters. Some characters of parents are also found in their children. അല്ലെ, സ്വാഭാവികമായിട്ടും ഒരുപാടൊന്നും ഇല്ലെങ്കിലും അപ്പൊ ഒക്കെ ഒരു റെപ്ലിക്ക ആയി പോകും. അപ്പം അത് നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ്. അപ്പം നമ്മുടെ ഹ്യൂമൻസിന്റെ കാര്യത്തിൽ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പേരൻസിന്റെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ടൈഗർ അതൊക്കെ എടുക്കുമ്പോഴത്തേക്കും അവർ പക്ക അല്ലേ അതുപോലെ ആയിരിക്കും. Isn't it also common to see certain characters in children which differ from their parents? Heredity refers to the transmission of characters from parents to their offsprings. നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, ഡിഫൈൻ ഹെറിഡിറ്റി, അല്ലെങ്കിൽ ഹെറിഡിറ്റിയെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു
ഒരു പാരഗ്രാഫാണിത്. ഹെറിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ പേരൻസിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അടുത്ത ജനറേഷനായ അവരുടെ കുട്ടികളിലേക്ക്, ഓഫ് സ്ട്രിങ്ങിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ ഒരു അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഹെറിഡിറ്റി റെഫേഴ്സ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പേരൻസ് ടു ദ ഓഫ് സ്ട്രിങ്സ്. വേരിയേഷൻസ് ആർ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഓഫ് സ്ട്രിങ്സ്. വേരിയേഷൻസ് എന്ന് പറയുന്നത് ആ ഓഫ് സ്ട്രിങ്സിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ദാറ്റ് ഡിഫർ ഫ്രം ദ പേരൻസ്. പേരൻസിൽ നിന്നും ഡിഫർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഓഫ് സ്ട്രിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ അതിനെ വേരിയേഷൻ എന്ന് പറയുന്നത്. സെയിം സാധനം വരുമ്പോൾ നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയും. അപ്പൊ ജീൻസ് ഇൻഹെറിറ്റഡ് ഫ്രം പേരൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ബോത്ത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻസ്. അപ്പം നമ്മുടെ പേരൻസിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്ന ആ ജീൻ അത് തന്നെയാണ് എന്തിന് കാരണമാകുന്നത്, ഹെറിഡിറ്റിക്കും വേരിയേഷനും കാരണമാകുന്നത്. നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ, ഡിഫർ ബിറ്റ്വീൻ ദ വേരിയേഷൻ ആൻഡ് ഹെറിഡിറ്റി. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഹിസ്റ്റോറിക്കൽ പാത്ത് ദാറ്റ് ലെറ്റ് സയൻസ് ടു ദി ഡിസ്കവറി ഓഫ് ജീൻസ് ഈസ് പിവറ്റൽ. അപ്പം നമ്മൾ ഈ ഒരു ജീൻസിലോട്ടും അതിന്റെ ഒരു കണ്ടുപിടുത്തത്തിലോട്ടും അതിന്റെ ഡിസ്കവറിയിലോട്ടും എത്തിയത് ഭയങ്കര സംഭവങ്ങളാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് പാർട്ടിനകത്ത് നോക്കാൻ പോകുന്നതാണ് ജെനറ്റിക്സ് ഇൻ ദ ഗാർഡൻ. അപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷെ ബോറാകും അല്ലെ, ഒരുപാട് കേൾക്കുമ്പോൾ. അപ്പം ഇത്രയും മതി ഈ ഒരു പാർട്ട്. നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ജെനറ്റിക്സ് ഇൻ ദ ഗാർഡൻ, അല്ലെ നമ്മുടെ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ അല്ലെ, പുള്ളിനെ കുറിച്ചും പുള്ളിനെ കണ്ടുപിടുത്തങ്ങൾ, നമ്മുടെ പൈസം സറ്റൈവം എന്ന പ്ലാന്റിൽ നടത്തിയ എക്സ്പെരിമെന്റ്സും അതിനായിട്ട് എങ്ങനെയൊക്കെ ജീൻസിലും കോൺട്രിബ്യൂഷൻ വന്നു, സയൻസിൽ എങ്ങനെ അത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.